തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചേക്കും. ബോധപൂർവം സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ലെന്ന വാദമുയർത്താനാണ് ബെയിലിൻ ദാസിന്റെ നീക്കം. കരുതിക്കൂട്ടിയുള്ള അതിക്രമമാണ് നടന്നതെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷനും വാദിക്കും. സുനിഷ അയ്യല്ലൂര് പോലീസ് സ്റ്റേഷനിൽ നിന്നും തത്സമയം ചേരുന്നു. സുനിഷ, ഗുഡ് മോർണിംഗ്. സുനിഷ, വഞ്ചിയൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്നു ബെയിലിൻ ദാസ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ഇനി അതേ കോടതിയിൽ പ്രതിസ്ഥാനത്ത് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്ന കാഴ്ചയാണല്ലേ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? മനഃപൂർവ്വം ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് ബെയിലിൽ നിരത്താൻ പോകുന്നതെന്നാണ് അറിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സുനിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഈ പറഞ്ഞതുപോലെ ഈ വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിക്കൂട്ടിലേക്ക് ഇനി മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ അഭിഭാഷക പറഞ്ഞതുപോലെ നീതി കിട്ടി എന്ന് തനിക്ക് പ്രതീക്ഷ തോന്നുന്നു എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അരുൺ, നാടകീയമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു വളഞ്ഞിട്ട് പിടിച്ചുകൊണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വഞ്ചിയൂർ പോലീസ് ഈ ബെയിലിൻ ദാസിനെ പിടിക്കുന്ന ഒരു കാഴ്ച. തുമ്പ പോലീസാണ് പിടിച്ചത്, പിന്നീട് വഞ്ചിയൂർ പോലീസിനെ കൈമാറുന്ന കാഴ്ച കണ്ടത്. പിന്നീട് നിലവിൽ ഇപ്പോൾ വഞ്ചിയൂർ സ്റ്റേഷനിലാണ്. ഇന്നലെ DCPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലടക്കം നടക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മനഃപൂർവ്വം ബോധപൂർവം താൻ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല എന്നുള്ളൊരു വാദം തന്നെയാണ് ഏതായാലും സ്വാഭാവികമായും ഈ മുന്നിലേക്ക് നിരത്താൻ പോകുന്നത്. ഒപ്പം തന്നെ പ്രകോപനം ഉണ്ടായതിന് പിന്നാലെ ആക്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ ഈ ബെയിലിൻ ദാസ് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പ്രകോപനം ഉണ്ടായതിന് പിന്നാലെ നേരത്തെ തന്നെ ഈ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി പ്രതിരോധിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ബെയിലിൻ ദാസ് പറഞ്ഞിരുന്നത്. അതേ വാദം തന്നെയായിരിക്കും ഇന്ന് ഈ ജാമ്യത്തിനായി പറയുന്ന വാദവും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കാണാം, ഈ പോലീസ് സ്റ്റേഷനിലൊരു കാറുണ്ട്. ഈ കാറിലായിരുന്നു കഴിഞ്ഞ ദിവസം ബെയിലിൻ ദാസ് ഈ കറങ്ങി നടന്നിരുന്നത്. നേരത്തെ തന്നെ വഞ്ചിയൂർ പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഈ തുമ്പ സ്റ്റേഷൻ പരിധിയിൽ ബെയിലിൻ ദാസ് ഇങ്ങനെ കാറിൽ കറങ്ങുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തുമ്പ പോലീസിന് വിവരം നൽകുകയായിരുന്നു. ഈ കാറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഈ കാറാണ് വളഞ്ഞ് ഈ തുമ്പ പോലീസ് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വഞ്ചിയൂർ കോടതിയിലേക്ക് അധിക ദൂരമില്ല. 11 മണിക്ക് കോടതിയുടെ നടപടികൾ ആരംഭിക്കും. തന്നെയാണ് പ്രധാനം. ഇല്ല അരുൺ, പുറത്തുനിന്ന് കാണാൻ പറ്റുന്നില്ല. പോലീസ് സ്റ്റേഷന് അകത്താണ്. ഏകദേശം ഒരു 11 മണിക്ക് തൊട്ട് മുന്നേ തന്നെ ഇവിടെ നിന്നും ഇറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പം ദൂരം മാത്രമാണുള്ളത്, ചെറിയൊരു ദൂരം മാത്രമാണ് വഞ്ചിയൂർ കോടതിയിലേക്ക്. നമുക്ക് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പ്രതികരണം ആരായാം, കോടതിയോട് എല്ലാം പറയുമെന്നാണ് ഇന്നലെ ബെയിലിൻ ദാസിൽ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സുനിഷ. സുനിഷ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്നലത്തെ രാത്രിയിൽ ഉറക്കമുളച്ചിരുന്ന ആ ഒരൊറ്റ രാത്രി മതി ബെയിലിൻ ദാസിന് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ. ഇന്നലെ നമ്മളുടെ തലസമയം ഷാമിൽ പ്രതികരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് നീതി കിട്ടി എന്നൊരു തോന്നലുണ്ട് എന്ന് പറഞ്ഞു. അന്വേഷണത്തിൽ തൃപ്തിയാണ് ശ്യാമിലി കേട്ടു. എന്നിട്ട് ഒരു കാര്യം കൂടി നീതി പറഞ്ഞു ശ്യാമിലി. അയാൾ വാദിച്ച വക്കീൽ കുപ്പായമിട്ട് വാദിച്ച അതേ കോടതിയിൽ പ്രതിസ്ഥാനത്ത് അയാൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് നീതി കിട്ടി എന്നാണ് ഇന്നലെ ശ്യാമിലി നമ്മളോട് പറഞ്ഞത്. ഇന്നലെ രാത്രിയിൽ ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ചോദ്യമുനയിൽ ഇരുന്നപ്പോഴും ശ്യാമിലിക്ക് നീതി കിട്ടിയിട്ടുണ്ടാവും. അയാൾ ആ പാഠം പഠിച്ചിട്ടുണ്ടാവും. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ബെയിലിൻ ദാസ് ചെയ്ത കാര്യം. അയാൾ പ്രഗത്ഭനായ അഭിഭാഷകനൊക്കെ ആയിരിക്കും. പക്ഷേ നിയമം അറിയാവുന്നയാൾ തന്നെ നിയന്ത്രണം വിട്ട് ഒരു പെൺകുട്ടിയുടെ ശരീരത്തെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ പറ്റുക? അത് യഥാർത്ഥ ശരീരത്തിലല്ലല്ലോ ആ ആഘാതം ഏൽക്കുന്നത്, മനസ്സിനല്ലേ? നിങ്ങൾ ഒരാളെ അടിച്ചാൽ ആ അടി ശരീരത്തിൽ കൊള്ളാൻ വേണ്ടിയല്ല അടിക്കുന്നത്, അയാളുടെ അഭിമാനത്തിലാണ് നിങ്ങൾ അടിക്കുന്നത്, കൈവയ്ക്കുന്നത് എന്നുള്ളതാണ് കാര്യം.